നമസ്കാരം. ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്ത് ആ ബാങ്ക് കഷ്ടകാലത്തിന് പൊട്ടിപ്പോയാൽ ഇപ്പോഴത്തെ നിയമം വെച്ചിട്ട് നമുക്ക് പരമാവധി തിരികെ കിട്ടുന്നത് 5 ലക്ഷം രൂപയാണ്. മുമ്പ് ഇത് 1 ലക്ഷം രൂപയായിരുന്നു. അതായത് നമ്മൾ ബാങ്കിൽ കൊണ്ടുവന്നിട്ട് ഒരു 10 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 10 ലക്ഷത്തിൻ്റെ പലിശയെടുത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എന്നാൽ ബാങ്ക് മാനേജർമാരുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ കഴിവുകേട് കൊണ്ട് ആ ബാങ്ക് തകർന്നു പോവുകയും നമുക്ക് പണം നഷ്ടമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ ബാങ്ക് ഡെപ്പോസിറ്റുകൾക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഡെപ്പോസിറ്റിനും അവർ ഏർപ്പെടുത്തിയിരിക്കുന്ന പരമാവധി ഇൻഷുറൻസ് കവറേജ് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ 5 ലക്ഷം രൂപ വരെ നമുക്ക് തിരിച്ചു കിട്ടും. 5 ലക്ഷത്തിന് മുകളിൽ ഇട്ടിട്ടുള്ള പണം നമുക്ക് നഷ്ടമാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സുരക്ഷിതമെന്ന് കരുതുന്ന ബാങ്കുകൾ കഷ്ടകാലത്തിന് തകർന്നു പോയാൽ നമ്മൾ ഇട്ടിരിക്കുന്ന പണം 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും തിരികെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ ഗവൺമെൻറ് വളരെ ഗൗരവമായി കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരു മാറ്റത്തിന് ഒരുങ്ങുകയാണെന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ഒരു തീരുമാനം ഏതാണ്ട് എടുത്തു കഴിഞ്ഞതായിട്ടാണ് ചില മാധ്യമങ്ങളിൽ ഞാൻ വായിച്ചത്. ഈ 5 ലക്ഷം എന്നുള്ള ഇൻഷുറൻസ് കവറേജ് ഗവൺമെൻറ് 15 ലക്ഷമാക്കാൻ പോവുകയാണ്. 15 ലക്ഷം രൂപ വരെയുള്ള ഡിപ്പോസിറ്റുകൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ബാങ്ക് തകർന്നാലും പൂർണ്ണമായിട്ടും നിക്ഷേപകർക്ക് തിരികെ കിട്ടും. എന്നാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന എല്ലാ ബാങ്കുകൾക്കും ഉള്ള ഒരു സ്കീമാണ്. ഈ സ്കീമിലേക്ക് നമ്മൾ എന്തെങ്കിലും പോക്കറ്റിൽ നിന്നും കൊടുക്കേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ടും ബാങ്ക് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത്. ഇതനുസരിച്ച് 15 ലക്ഷം വരെയുള്ള ഡിപ്പോസിറ്റുകൾ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളിൽ 15 ലക്ഷം രൂപ വരെയുള്ള ഡിപ്പോസിറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് പൊട്ടിയാലും ശരി നമുക്ക് 1 രൂപ പോലും നഷ്ടമാകാതെ തിരികെ കിട്ടും. എന്നാൽ 15 ലക്ഷത്തിന് മുകളിലാണ് ഡിപ്പോസിറ്റെങ്കിൽ 15ന് മുകളിലുള്ള പണം നമുക്ക് നഷ്ടമാകും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ വിവിധ ബ്രാഞ്ചുകളിൽ അക്കൗണ്ട് തുടങ്ങി അവിടെയെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ട് കുറേശ്ശെ പണം ഇട്ട് ആ പണം 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അപ്പോഴും നമുക്ക് 15 ലക്ഷം രൂപ മാത്രമേ തിരികെ കിട്ടൂ. അതായത് ഒരു ബാങ്കിൽ ഒരു വ്യക്തിക്കുള്ള അക്കൗണ്ടുകളെല്ലാം തന്നെ ഒറ്റ അക്കൗണ്ടായിട്ടേ കണക്കാക്കും. നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങി, പിന്നെ കൊല്ലത്തൊരെണ്ണം തുടങ്ങി, ആറ്റിങ്ങലൊരെണ്ണം തുടങ്ങി, അവിടെയെല്ലാം നിങ്ങൾ 15 ലക്ഷം രൂപ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നാളെ തകർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ 15 ലക്ഷം രൂപ മാത്രമേ തിരികെ കിട്ടൂ. നിങ്ങൾ എത്ര ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിയാലും ശരി, നിങ്ങളുടെ പരമാവധി ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് 15 ലക്ഷം രൂപ മാത്രമായിരിക്കും. എന്നാൽ നിങ്ങൾ വെവ്വേറെ ബാങ്കുകളിലാണ് അക്കൗണ്ട് തുടങ്ങി പണമിടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓരോ ബാങ്കിലും 15 ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് കവറേജ് ഉണ്ടാവും. അതായത് നിങ്ങൾ ബാങ്ക് ഓഫ് ബറോഡയിൽ 15 ലക്ഷം ഇട്ടു, നിങ്ങൾ പഞ്ചാബ് നാഷണൽ ബാങ്കിലിട്ടു, ഫെഡറൽ ബാങ്കിലിട്ടു, അതുപോലെ തന്നെ നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിലിട്ടു, ഇങ്ങനെ നിങ്ങൾ വെവ്വേറെ ബാങ്കുകളിൽ കൊണ്ടുവന്നിട്ട് 15 രൂപ വീതം ഇട്ട് കഴിഞ്ഞാൽ ഈ ബാങ്കുകളെല്ലാം പൊട്ടിയാലും ശരി നിങ്ങൾക്ക് ഈ 15 ലക്ഷം രൂപ പൂർണ്ണമായിട്ടും തിരികെ കിട്ടും. അതായത് ഒരു ബാങ്കിൽ ഒരു വ്യക്തി തുടങ്ങുന്ന അക്കൗണ്ടുകൾക്ക് പരമാവധി 15 ലക്ഷം രൂപ വരെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഇൻഷുറൻസ് കവറേജ്. ഇത് സാധാരണക്കാരായിട്ടുള്ള, അതായത് ഇടത്തരക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു വളരെ വലിയ റിലീഫാണ്, ആശ്വാസമാണ്. പെൻഷനൊക്കെ പറ്റി കയ്യിൽ കിട്ടുന്ന കാശ് പല ആൾക്കാരും കൊണ്ടുവന്ന് ബാങ്കിലിട്ട് അതിൻ്റെ പലിശയൊക്കെ എടുത്താണ് പലരും ജീവിക്കുന്നത്. ഞാൻ ഈ പെൻഷൻ എന്ന് പറയുമ്പോൾ സർക്കാർ ജോലിയിൽ നിന്നും വിരമിച്ച ആൾക്കാരുടെ മാത്രം കാര്യമല്ല, പ്രൈവറ്റ് ജോലി ചെയ്ത് അവിടെ നിന്നും വിരമിച്ച് അവർക്ക് ഒരു പക്ഷേ ഗവൺമെൻറ് നൽകുന്ന പോലെയുള്ള പെൻഷനൊന്നും കാണില്ല. അതുകൊണ്ട് അവർ ഈ പണം കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ബാങ്കിലിട്ട് അതിൻ്റെ പലിശ എടുത്തായിരിക്കും ജീവിക്കുന്നത്. ചില ആൾക്കാർക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും പണം ഇറക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കാനോ മനസ്സ് കാണത്തില്ല. തന്നെയുമല്ല, സ്റ്റോക്ക് മാർക്കറ്റൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും കൃത്യമായിട്ട് നമുക്ക് റിട്ടേൺ നൽകണമെന്നില്ല. ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും. അപ്പോൾ അതൊരു റിസ്ക് ഉള്ള ഏർപ്പാടാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാർക്ക് സുരക്ഷിതമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ വേണ്ടിയാണ് ബാങ്കുകളെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ബാങ്കുകൾ കൊടുക്കുന്ന പലിശ കുറവാണെങ്കിലും അവർക്ക് ഉറപ്പുണ്ട് ഈ പണം ഒന്നും നഷ്ടപ്പെടില്ല, തങ്ങൾക്ക് ഈ പണം തിരികെ കിട്ടും, കൃത്യമായിട്ട് പലിശ കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് ബാങ്ക് ഡെപ്പോസിറ്റ് ഇത്തരം റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. ഈ അടുത്ത സമയത്ത് ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് റേറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരുപാട് ആൾക്കാർ പണമെടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടുന്നുണ്ട്. ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ പണം കിട്ടും എന്നുള്ള തിരിച്ചറിവിൽ ഒരുപാട് ആൾക്കാർ പണം അങ്ങോട്ട് മാറ്റുന്നത് കൊണ്ട് ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് കുറവാണ്.
അപ്പോൾ ബാങ്കുകളിലെ ഡെപ്പോസിറ്റ് കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടിയും ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ 5 ലക്ഷം രൂപ മാത്രമേ അഥവാ ബാങ്ക് പൊട്ടിയാൽ തിരികെ കിട്ടൂ എന്നുള്ള ആശങ്ക അകറ്റാനും ഒക്കെ വേണ്ടി കൂടിയാണ് ഗവൺമെൻറ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നതാണ് മനസ്സിലാവുന്നത്. പല ബാങ്കുകളിലും ഇപ്പോൾ സ്ഥിര നിക്ഷേപം കുറവാണ്. ആൾക്കാർ പണമെടുത്ത് ഇതുപോലെ സ്റ്റോക്കിലും മറ്റും ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ബാങ്കുകൾ പണമിടുമ്പോൾ അത് സേഫാണെന്നും നമുക്ക് കുറഞ്ഞത് 15 ലക്ഷം രൂപ വരെ എങ്കിലും കൃത്യമായിട്ട് ബാങ്ക് പൊട്ടിയാലും തിരികെ കിട്ടും എന്നുള്ളൊരു ഗ്യാരണ്ടി ആൾക്കാർക്ക് കിട്ടുമ്പോൾ കയ്യിൽ അത്യാവശ്യം കുറച്ച് പൈസയുള്ള ആൾക്കാർ 6, 7, 8, 10 ബാങ്കുകളിലായിട്ട് കൊണ്ടുവന്നിട്ട് അവരുടെ പണം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 1 രൂപ പോലും നഷ്ടപ്പെടാതെ, എല്ലാ ബാങ്കുകളും പൊട്ടിയാലും ശരി 1 രൂപ പോലും നഷ്ടപ്പെടാതെ അവർക്ക് പൂർണ്ണമായിട്ടും അവരുടെ പൈസ തിരിച്ചു കിട്ടും. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ഈ ഇൻഷുറൻസ് കവറേജ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും കൂടുതൽ പലിശ കിട്ടാൻ വേണ്ടി വിശ്വസനീയമല്ലാത്ത ചിലയിടങ്ങളിൽ കൊണ്ടുവന്ന് പണമിടാറുണ്ട്. എന്നിട്ട് പിന്നീട് നമ്മൾ കേൾക്കും അവർ തട്ടിപ്പിന് ഇരയായി എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഇരകളാകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെയൊരു പുതിയ നീക്കം നടത്തുന്നത് നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ ഇത് നിയമമായിട്ട് വന്നിട്ടില്ല, ഉടനെ തന്നെ ആകും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച് പണമിരിപ്പുണ്ടെങ്കിൽ അത് സുരക്ഷിതമായ ഇത്തരം ബാങ്കുകളിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസും അതിൻ്റെ അനിശ്ചിതത്വവും ഒക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും പണം ഉണ്ടാക്കാനുള്ള ഒരു മിടുക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അതിന് സമയമില്ലാത്ത ആൾക്കാരും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമയം മെനക്കെടുത്താൻ വയ്യാത്തവരുമൊക്കെ എപ്പോഴും ആശ്രയിക്കുന്നത് ബാങ്കുകളെയാണ്. അങ്ങനെ ബാങ്കുകളെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ പണത്തിന് സുരക്ഷ ഉറപ്പാക്കുന്ന ബാങ്കുകളിൽ മാത്രം കൊണ്ടുവന്ന് പണം ഇടുക. കാരണം നമുക്ക് കുറച്ച് കൂടുതൽ പലിശ ഇപ്പോൾ ആരെങ്കിലും ഓഫർ ചെയ്തു, നല്ല കാര്യമാണ് കേൾക്കാൻ. പക്ഷേ നാളെ മുതലുമില്ല പലിശയുമില്ല എന്ന അവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം നമ്മളൊരു സുരക്ഷിതമായ ബാങ്ക് ഡെപ്പോസിറ്റിൽ കൊണ്ട് പണം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പണം ഉറപ്പായിട്ടും തിരികെ കിട്ടും, അത് നഷ്ടമാകില്ല. ഞാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും പണം എവിടെ കൊണ്ടിടണം എന്ന ചോദ്യത്തിന് എപ്പോഴും കൊടുക്കുന്ന മറുപടി ബാങ്കിൽ ഇടുക എന്ന് തന്നെയാണ്. കാര്യം നമുക്ക് ബാങ്കുകളെ പോലെ വിശ്വസിക്കാവുന്ന മറ്റൊരു സ്ഥാപനവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെയൊരു നീക്കത്തിലൂടെ ഈ ഡെപ്പോസിറ്റിൻ്റെ കവറേജ് വർദ്ധിപ്പിക്കുകയൂടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ബാങ്കുകളായിരിക്കണം. താങ്ക് യു.